ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും. സ്ത്രീ ശാക്തീകരണമെന്നത് നല്ലതാണ്. സ്ത്രീ സ്വാതന്ത്ര്യവും സ്ത്രീ സമത്വവും സ്ത്രീ പുരുഷ സമത്വവും എന്നും നല്ലതാണ്. ഇന്നത് നമ്മുടെ നാട്ടിലുണ്ട്. ഭാരതത്തിൽ പുരുഷനേക്കാൾ സ്വാതന്ത്ര്യം സ്ത്രീക്കാണെന്ന് സത്യം നമ്മൾ മറക്കരുത്. സ്ത്രീ പുരുഷ സ്വാതന്ത്ര്യം തുല്യമാണെങ്കിലും പുരുഷനേക്കാൾ സ്വാതന്ത്ര്യം സ്ത്രീക്കാണ്. നോട്ടത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ സ്ത്രീയെ അവഹേളിച്ചാൽ പിന്നെ പുരുഷൻ പ്രതിയാകും. എന്നാൽ പുരുഷനോ എന്തു ചെയ്താലും സ്ത്രീ എന്തു ചെയ്താലും അത് വെറും കള്ളത്തരങ്ങളും കാപട്യങ്ങളുമായി നിയമപാലകരും അതിനെ ചിത്രീകരിക്കും. സ്ത്രീ ശാക്തീകരണം കൊണ്ട് പുരുഷ മേധാവിത്വം കുറഞ്ഞെങ്കിലും സ്ത്രീ രക്ഷപ്പെടുന്നില്ലെന്നതാണ് കഷ്ടം. സോഷ്യൽ മീഡിയയും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കുമെല്ലാം അവർക്ക് സ്വാതന്ത്ര്യം കൂടുതൽ നൽകുന്നു. അവൾക്കെന്നും സ്വാതന്ത്ര്യം കൂടുതൽ നൽകുന്നു. അവൾക്കെന്നും പുതുമയുള്ളതായി മാറുന്നു. സ്വയം വരുത്തുന്ന വിനകളായി മാറുന്നു. ഒരിക്കലെങ്കിലും പുരുഷൻ സ്ത്രീയെ വിലക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ല, വിവേകമല്ല, വിവരമില്ലായ്മയാണെന്ന് കരുതി കുറ്റം പറയും. സ്ത്രീകളൊന്ന് ഓർക്കണം. ഇവിടെ വിലക്കുന്ന പുരുഷനും അപ്പുറത്ത് പ്രലോഭിക്കുന്ന പുരുഷനും നിങ്ങൾക്ക് രണ്ടും രണ്ടാണെന്നോർക്കണം. വിലക്ക് ലംഘിക്കുന്നവർ വെറും അവസാനം പിണമായോ പിണ്ടമായോ തീരും. പുരുഷ മേധാവിത്വം നല്ലതാണെന്ന് പറയുന്നില്ല. സ്ത്രീയെ സംരക്ഷിക്കാൻ ഒരു കാരണത്താൽ ഒരു പുരുഷന്റെ കാവൽ വേണം. എന്നും സ്ത്രീക്കൊരു പുരുഷന്റെ കാവൽ വേണം. അത് ആദികാലം മുതലേ ഉള്ള കാര്യം. ആദവും ഔവയും എന്ന പോലെ സ്ത്രീ വാക്ക് എപ്പോഴും നല്ലതാവില്ല. പുരുഷ മേധാവിത്വം ഒരിക്കലും സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതിരുന്നാൽ, സ്നേഹപരിലാളനത്തോടെ ആണെങ്കിൽ ഒരിക്കലും ആരും കുറ്റം പറയാത്തൊരു മേധാവിത്വമാകും. അത് ഒരിക്കലും സ്ത്രീക്ക് അപരാധമാകില്ല. അല്ലെങ്കിൽ ആപത്ത് വീട്ടിലും ചുവരിലും ചുറ്റും ചുറ്റിക്കറങ്ങും. അതും പുരുഷനാണെന്നോർക്കുക. വീട്ടമ്മമാരും ഭാര്യമാരും ഭർതൃമതികളും പിന്നെ വടിയായും തീരുന്നത് ഈ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വഴിയാണെന്നോർക്കുക. അവിടെ ഇപ്പുറത്തും പുരുഷനാണ്, അപ്പുറത്തും പുരുഷനാണ്. എന്നാൽ നടുവിലോ സ്ത്രീയാണ്, ഭാര്യയാണ്, അമ്മയാണ്. പകവയ്ക്കാതെ വിടുവായന്മാരുടെ കയ്യിൽ വീഴുന്ന വെറും ശയന സുഖമോഹികൾക്കെന്നും പ്രേമവും നൈരാശ്യവും കാമവും എല്ലാം ഇൻസ്റ്റഗ്രാമിന്റെ കല്ലറയിൽ അകപ്പെട്ടും അടിപ്പെട്ടും കഴിയുന്നു. അവിടെ പുരുഷൻ വില്ലനാണെങ്കിലും സ്ത്രീ പാവമാണെങ്കിലും സ്ത്രീ എന്നും സൂത്രശാലിയായി ജീവിക്കുന്നു. പിന്നെന്തു സ്ത്രീ ശാക്തീകരണം? പുരുഷ മേധാവിത്വം വേണ്ടെങ്കിലും ഭർതൃമതിയായ ഭാര്യ
പുരുഷന്റെ മേധാവിത്വത്തിൽ വിശ്വസിക്കുന്നതാണ് നല്ലത്. ഇപ്പുറത്തും പുരുഷൻ അപ്പുറത്തും പുരുഷൻ, നടുവിലായ സ്ത്രീ നടുക്കടില്ലായതുപോലെയാകാതെ സൂക്ഷിക്കുക.